ഇനി എന്താണ് ആഹ നെക്സ്റ്റ് ലെവലിൽ ഫ്യൂച്ചർ എന്താണ് പ്ലാന്, എന്തൊക്കെയാണ് ആഹയിൽ ഇനി അപ്കമിങ് ആയിട്ട് വരാനുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കൊടുക്കുന്ന സർവീസും ഫുഡിൻ്റെ ക്വാളിറ്റിയും ഒന്നും പോവാതെ തന്നെ പുതിയ പുതിയ സംഭവങ്ങൾ നമ്മൾ ഇപ്പോൾ കിച്ചൺ തുടങ്ങുമ്പോൾ തന്നെ കിച്ചണായി. സത്യം പറഞ്ഞാൽ ഒരു വർക്കിംഗ് സ്പേസ്, നല്ലൊരു വർക്കിംഗ് സ്പേസ് ഉണ്ട്. അതിലൂടെ നമുക്കിങ്ങനെ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്നും കിട്ടണില്ല എന്നുള്ളൊരു പരാതി ഒരുപാട്. നമ്മൾ ഒരു ഇവൻറ്റ് ചെയ്ത വീട്ടിൽ നിന്ന് തന്നെ ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ, ചെറിയ ക്വാണ്ടിറ്റികൾ അത് നമ്മൾ ചില സാധനങ്ങൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇവൻറ്റിന് കൊടുക്കില്ല, ഇവൻറ്റിന് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് കാറ്റഗറൈസ് ചെയ്ത ഐറ്റങ്ങളുണ്ട്. അപ്പം അത് വേണം, അത് വേണം, കമ്പൈൻ ചെയ്തിട്ടൊരു മെനു വീട്ടിൽ മാത്രമായിട്ട് അവിടുന്ന് ആ മെനുവിലെ റെസ്റ്റോറൻറ്റത്തെ മെനു അത്, ഇവൻറ്റത്തെ മെനു ഇത്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് വിളികളും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഇപ്പം അതുപോലെ തന്നെ നമ്മളടുത്ത് നിന്ന് ഇപ്പോൾ ഒരു ആ സാധനം ഇവിടെ കിട്ടുമോ അങ്ങനെ ചോദ്യം വരുന്നിടത്ത് നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ടൊരു സാധനം പുറത്തിറക്കണം എന്നുള്ളൊരു ആലോചനയാണ്. സെറ്റായിട്ടൊന്നുമില്ല, റെഡിയാവും. അല്ല, ഓരോ ആലോചനയിന്നാണല്ലോ ഓരോന്ന് പരിപാടി നടത്തി ബില്ല് കൊടുത്ത് പോവാന്നുള്ള, ആ ബില്ല് കൊടുക്കുമ്പോഴും ഒരു വാവ് പറയണം. അതെ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബ്രാൻഡ് ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളുകൾ എങ്ങനെ ചിന്തിക്കുള്ളൂ. പൊതുവേ ചിലപ്പോൾ ഒരു വർക്ക് എടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു വർക്കിലൂടെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പുതിയ വർക്കുകൾ വരണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്തെങ്കിലും ചെയ്തിട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ തന്നെ പോവുക. നല്ല രീതിയിൽ ഉയർച്ചകൾ ഇനി ഉണ്ടാവട്ടെ. അടുത്ത എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു ടോക്ക് വരുന്ന സമയത്ത് ഇതിലും വലിയ ഉയർച്ചകൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. All the best.